കോരിച്ചൊരിയുന്ന മഴയാണ്, അപ്പോഴും അണമുറിയാത്ത നിറയുണ്ട്. ഇങ്ങനെ കണ്ണി ചേർന്ന മനുഷ്യരെ ചേർത്ത് നിർത്തുന്നത് VS എന്ന സമരാഗ്നിയാണ്. VS എന്ന കെടാത്ത സമരത്തീയാണ്. നമ്മൾ പലയാവർത്തി പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന വർഗത്തോടൊപ്പം എത്രത്തോളം ചേർന്ന് നിൽക്കുന്നോ അവൻ്റെ ആവശ്യത്തിൻ്റെ മുഖമായി സമരപ്പോർമുകൾ തുറക്കുന്നുവോ ആ മനുഷ്യരോടൊപ്പം ഏത് കാലത്തും മരണത്തിനപ്പുറവും ചേർന്ന് നിൽക്കാൻ പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാകുമെന്നതിൻ്റെ നേർസാക്ഷ്യം കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഒരിക്കലും വിസ്മൃതിയിലേക്ക് ആണ്ടുപോകില്ല എന്ന ബോധ്യപ്പെടുത്തൽ കൂടിയാകുന്നു ഈ വിലാപയാത്ര. 13 മണിക്കൂർ വിലാപയാത്ര പിന്നിടുമ്പോൾ ഒരിടത്ത് പോലും നമ്മൾ ശൂന്യത കണ്ടില്ല. എങ്ങും ആ വാഹനത്തിൽ ചുറ്റും ഓടിയെടുത്ത പ്രവർത്തകർ, പിന്നാലെ ഓടി ഓടി അന്ത്യാഭിവാദം അർപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ, എത്താവുന്നിടത്തൊക്കെ തടിച്ചുകൂടിയ ജനങ്ങൾ, പ്രായഭേദമന്യേ രാഷ്ട്രീയഭേദമന്യേ VS എന്ന അത്ഭുതത്തെ കാണാൻ, അവസാനം നോക്കുകണ്ട് ഒരു അഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേർന്ന മനുഷ്യർ ബാക്കിയാക്കുന്നത് VS എന്ന അത്ഭുതം എന്താണെന്ന് വരും തലമുറയോട് പറയാൻ കൂടിയാണ്. മരണത്തിനും VS ഓർമ്മിപ്പിക്കുന്നത് പോരാട്ടങ്ങളുടെ ഇന്നലകളെ കുറിച്ചാണ്. മണ്ണിനും മനുഷ്യനും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി സന്ധിയില്ലാ പോരാട്ടം നടത്തിയ തീക്ഷ്ണ സമരകാലത്തെക്കുറിച്ച്. അദ്ദേഹം ഇടപെടാത്ത വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. പട്ടിണി തൊട്ട് അഴിമതി വരെയുള്ള എല്ലാ വിഷയങ്ങളും, ആ വിഷയങ്ങൾ അത് സാധാരണ മനുഷ്യനെ എങ്ങനെ ബാധിക്കുമെന്ന് അധികാരവർഗത്തെ ബോധ്യപ്പെടുത്തിയ മനുഷ്യൻ. ഇത് ഏറ്റവും മികച്ചൊരു ഉദാഹരണം പറഞ്ഞു പോകാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് തോന്നുന്നു. 2006 കാലഘട്ടമാണ്, മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്ത് ഭൂസ്വത്തുക്കൾ ചില ആളുകൾ കുന്നുകൂടി ബിനാമി പേരുകളടക്കം രജിസ്ട്രേഷൻ നടക്കുന്ന സമയം. സാധാരണക്കാരൻ ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കാൻ കഴിയാതിരുന്നൊരു കാലം. ഭൂമി എന്നതൊരു മനുഷ്യന്റെ അസ്തിത്വമാണെന്ന് തിരിച്ചറിഞ്ഞ സമര നേതാവിന്, ഭൂമി വേണ്ടി എപ്പോഴും കർഷകരെയും അണികളെയും സംഘടിച്ച് തയ്യാറാക്കിയ മനുഷ്യന് അത് കണ്ടു നിൽക്കാനായില്ല. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശർമ്മ രജിസ്ട്രേഷൻ മന്ത്രിയായിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ബിനാമി ഇടപാടുകളെ നിയന്ത്രിക്കാൻ രജിസ്ട്രേഷൻ അടക്കം ഒരു സമൂല മാറ്റം കൊണ്ടുവരുന്നത്. അവിടെയും അദ്ദേഹം ലക്ഷ്യമിട്ടത് ഭൂസ്വത്തുക്കൾ അത് ചില അധികാരവർഗത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടരുത് എന്ന വാശിയാണ്. സാധാരണക്കാരൻ അവരുടെ അസ്തിത്വം നിലനിർത്താൻ ഈ തുണ്ടുഭൂമിയിൽ ഒരായുഷ്കാലം ജീവിച്ചു തീർക്കുന്ന മണ്ണിൽ ഒരല്പം മണ്ണ് അവൻ്റെ പേരിലും ഉണ്ടാകണമെന്ന ദൃഢനിശ്ചയമാണ്. അങ്ങനെ ഒരു സാധാരണക്കാരനായ ആ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും അടിത്തട്ടിലെ പ്രശ്നം തൊട്ട് അവൻ വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ നേരിടുന്ന അങ്ങോട്ട് വരുന്ന അഡ്വാൻസായ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം, ആ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് നടത്തുന്ന സമര പോരാട്ടം, ആ സമര പോരാട്ടത്തിൻ്റെ പേരുകൂടിയാകുന്നു VS. അങ്ങനെ 13 മണിക്കൂർ വിലാപയാത്ര പിന്നിടുമ്പോൾ ഇത്രത്തോളം ഒരു സമൂഹത്തിന് ഒരു ആയുഷ്കാലത്തേക്ക് ചെയ്തു തീർത്ത മനുഷ്യനെ, ആ അത്ഭുതത്തെ അന്തിമോപചാരം അർപ്പിക്കാൻ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. കോരിച്ചൊരിയുന്ന മഴയുണ്ട്, പക്ഷെ ആ മഴയൊന്നും പ്രശ്നമല്ല. കാരണം ആ മനുഷ്യൻ ഈ ഭൂമുഖത്തിന്, കേരളക്കരയ്ക്ക്, മലയാളിക്ക്, പൊതുസമൂഹത്തിന് പകർന്നു നൽകിയ അവകാശ രാഷ്ട്രീയത്തിന്റെ ബോധ്യത്തിന് ഇതെങ്കിലും തിരിച്ചു കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അരുൺരാജ് നമ്മോടൊപ്പം ചേരുന്നു. അരുൺരാജ്, തുടരാം. സുഹേൽ, തീർച്ചയായും VSന് അർഹമായ അനുയോജ്യമായ ഒരു യാത്രയപ്പാണ് കേരളക്കര നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ വിലാപയാത്ര ചിന്നക്കടയുടെ നഗരഹൃദയം, അതായത് കൊല്ലത്തിന്റെ നഗരഹൃദയമായ ചിന്നക്കടയിലേക്ക് എത്തുമ്പോഴും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ജനസാഗരമാണ്. ജനസാഗരത്തെ വകഞ്ഞുമാറ്റി അത്ര വേഗത്തിൽ ആ വിലാപയാത്രയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം VS ഉയർത്തിയ ആശയങ്ങൾ, VS പിടിച്ച വിഷയങ്ങൾ, VS ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, അതെല്ലാം ഏറ്റുപിടിച്ച ഒരു ജനതയാണ് ഈ കാണുന്നത്. VSന്റെ ആശയത്തിൽ, ആ ആശയത്തിന്റെ മുൻപറ്റി, ആ ആശയത്തിന് വേണ്ടി പോരടിച്ച, ആ ആശയത്തിനൊപ്പം നിന്ന വലിയ ജനവിഭാഗമാണ്. കൊല്ലത്തെ സംബന്ധിച്ച് VS എന്ന് പറയുന്ന മനുഷ്യനൊപ്പം യാതൊരു പ്രതിസന്ധികൾക്കും, എല്ലാ പ്രതിസന്ധി കാലഘട്ടത്തിലും എല്ലാ പ്രശ്നങ്ങളിലും അവർക്കൊപ്പം നിന്ന, VSനൊപ്പം നിന്ന വലിയ ജനവിഭാഗത്തെയാണ് ഈ കാണുന്നത്. അവരൊന്നടങ്കമായി ഇതാ കൊല്ലത്തിന്റെ നഗരത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അവർ ആർത്ത് വിളിക്കുന്നുണ്ട്, കണ്ണേ കേരളേ VS, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ. ആ മുദ്രാവാക്യം ആ മനുഷ്യന് വേണ്ടി
മാത്രമായി എഴുതിയതാണ്. കഴിഞ്ഞ 6 വർഷം ഈ കേരളക്കര കേൾക്കാത്ത മുദ്രാവാക്യം അതാ വീണ്ടും ഈ മഴയത്ത്, ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഈ മഴയത്ത് നിന്നുകൊണ്ട് ആ ജനം വിളിക്കുകയാണ്. പ്രായഭേദമന്യേ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ അബാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ചെത്തി ആ VS-ന് അന്ത്യയാത്ര നൽകുവാൻ ഈ നഗരഹൃദയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം 3 മണി കഴിഞ്ഞു. ഈ 3 മണി കഴിയുമ്പോഴും വൈകുന്നേരം 4 മണിക്ക് എത്തിയവരാണ് ഇവിടെ. കാരണം 5 മണിക്ക് ചിന്നക്കടയിൽ VS-ന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തുമെന്ന സന്ദേശമാണ് എല്ലാവർക്കും ലഭിച്ചത്. ആ സമയം മുതൽ ഇവിടെ തടിച്ചുകൂടിയ ആ ജനസഞ്ചയമാണ് അവിടെ കാത്തിരിക്കുകയായിരുന്നു. VS-ന്റെ ഓർമ്മകൾ പങ്കിടുകയായിരുന്നു. ഇന്ന് ഈ VS-ന്റെ ആ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ നഗരത്തിലേക്ക് എത്തുന്നതും കാത്ത് ആ ഓരോരുത്തർക്കും പറയുവാനുള്ളത് VS-നെ കുറിച്ച് 100 ഓർമ്മകളാണ്. ആ ഓർമ്മകൾ ഏറ്റവും പ്രധാനം VS-നെ കാണാൻ വേണ്ടി വന്നതാണ്. VS-ന് ഇഷ്ടമാണോ നേരിട്ട് മുമ്പ്? എങ്ങനെയാ VS-നെ കുറിച്ച് അറിഞ്ഞേ? ഞാൻ അപ്പ പറഞ്ഞു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ 3:15 ഈ സമയത്ത് പോലും കുട്ടികളടക്കം ഇവിടേക്ക് എത്തുകയാണ്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം VS അവർക്കൊക്കെ ആരായിരുന്നു, VS എങ്ങനെയാണ് പൊതുസമൂഹത്തിന് അത്രമേൽ ആഴത്തിൽ ഊഴ്ന്നിറങ്ങിയത്, അത്രമേൽ സ്നേഹവായ്പോടെ ചെന്നിറങ്ങിയത്, ഒരു മഴയായി പെയ്തിറങ്ങിയത് എങ്ങനെയാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ കാണുന്ന ജനസഞ്ചയം. അത് കൊല്ലം നഗരത്തിന്റെ എല്ലാ ഭാഗത്തും ആ ജനം ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവസാനമായി VS-നൊരു യാത്രാമൊഴിയേകുവാൻ, VS-നൊരു അന്ത്യയാത്ര നൽകുമ്പോൾ ആ യാത്രയിൽ അവരുടെ സ്നേഹവായ്പ പങ്കുവെക്കാൻ, അത് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ് ഈ ജനം ഇവിടേക്ക് എത്തുന്നത്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, പല കോണുകളിൽ നിന്നും ഇപ്പോഴും ഇവിടേക്ക് എത്തിച്ചേരുന്നവരുണ്ട്. കാരണം എപ്പോഴെത്തും VS-നെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എപ്പോഴെത്തുമെന്ന് അവർക്കറിയില്ല. കാരണം കൊല്ലത്തിന്റെ വേദിയിൽ പലകുറി VS എത്തിയിട്ടുണ്ട്. ആ എത്തുമ്പോഴെല്ലാം VS-നെ വേണ്ടി വിളിച്ച മുദ്രാവാക്യങ്ങൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ ചൂണ്ടുവിരൽ ഉയർത്തി VS സംസാരിച്ചിരുന്നു. ഇവരെ അഭിവാദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് VS-ന് അഭിവാദ്യം ചെയ്യുവാൻ കഴിയുന്നില്ല. പക്ഷേ VS ഇന്ന് നിശ്ചലനാണ്. പക്ഷേ അപ്പോഴും ആ VS-നെ നോക്കി വീണ്ടും അവരുടെ മുദ്രാവാക്യം, അവർ എഴുതി ചേർത്ത മുദ്രാവാക്യം, അവർ ഏറ്റുവിളിച്ച മുദ്രാവാക്യം വീണ്ടും തുടർച്ചയായി വിളിക്കുകയാണ്. ഈ കാണുന്ന ഈ ജനാവലി മുഴുവൻ അത് VS എന്ന ഒറ്റ മനുഷ്യന് വേണ്ടി, VS എന്ന ആ വലിയ മനുഷ്യന് വേണ്ടി, ജനങ്ങളെ ഇത്രയധികം സ്നേഹിച്ച ആ മനുഷ്യന് വേണ്ടി ഇവിടേക്ക് ഇറങ്ങി വന്നതാണ്. കാരണം വലിയ മഴയാണ് സുഹൈൽ ഈ കൊല്ലം നഗരത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നഗരത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാരിപ്പള്ളി മുതൽ കൊല്ലം ജില്ലയിൽ പ്രവേശിച്ച ആ സമയം മുതൽ ഈ വിലാപയാത്ര ഇവിടെ എത്തുന്നവരെ വലിയ മഴയാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ മഴയത്തും ജനം എങ്ങും മാറുന്നില്ല. ജനം ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ആർത്തലച്ച് ഇവിടേക്ക് എത്തുകയാണ്. കാരണം അവർക്കെല്ലാം ഒറ്റ ആഗ്രഹവും ഒറ്റ ലക്ഷ്യവുമുള്ളൂ, VS-നെ കാണുക, അവസാനമായി VS-നൊരു അഭിവാദ്യം അർപ്പിക്കുക. VS അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു ഓരോരുത്തർക്കും. കാരണം ദൂരെ നിന്ന് കണ്ടവരുണ്ട്, അടുത്തിടപഴകിയവരുണ്ട്, കേട്ടറിഞ്ഞവരുണ്ട്. നമ്മൾ മുമ്പേ സംസാരിച്ച കുട്ടി, അവൻ കേട്ടറിഞ്ഞതാണ് അവന്റെ അച്ഛനിൽ നിന്ന്. പക്ഷേ ആ അച്ഛനിൽ നിന്ന് കേട്ടറിഞ്ഞ VS-നെ ഒരു നോക്ക് കാണുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അവൻ എത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ചിന്നക്കടയിലെ ആ ഓവർബ്രിഡ്ജിന്റെ മുകൾ തൊട്ട് താഴെ വരെ മുഴുവൻ ജനങ്ങളും ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ആദ്യമാര് കാണും, ഞങ്ങൾക്ക് ആദ്യം കാണണം, ഞങ്ങളുടെ VS-നെ ഒരു നോക്കെങ്കിലും കാണണമെന്ന് ആവർത്തിച്ച് പറയുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. കൊച്ചു കുട്ടികളടക്കമുള്ള കുടുംബം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. കാരണം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, VS-നെ കാണുക എന്നുള്ള ലക്ഷ്യമാണ്. VS-നെ കാണുക എന്നുള്ള ലക്ഷ്യമാണ്. അതെ തീർച്ചയായും കൊച്ചുകുഞ്ഞിനായിട്ട് എത്തിയത് അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ. നമ്മള് VS-നെ കാണാൻ വേണ്ടി വന്നതാണ്. ഉറക്കൊന്നുമില്ല. നേരത്തെ വന്നായിരുന്നു? ഇല്ല, ഞാൻ കൊല്ലത്താണ് താമസം. ഞാൻ ഓച്ചിറ ലോക്കൽ കമ്മിറ്റിയിലാണ്, ക്ലാപ്പന വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി. അപ്പൊ ഇവിടെയാണ്, ഇവിടെ SN കോളേജിൽ. അപ്പൊ ഇവിടെ വന്ന് VS-നെ കാണാന്ന് വിചാരിച്ചു. മകളുമായി എത്തിയതാണ്. കൊല്ലം SN കോളേജ് അധ്യാപകയാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തർക്കും പറയുവാൻ 1000 കാരണങ്ങളുണ്ട്. VS-നെ കാണാൻ, VS-മായി സംസാരിക്കാൻ നേരത്തെ സാധിച്ചവരുണ്ട്, VS-നെ കണ്ടവരുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഇപ്പോഴൊരു യാത്രയയപ്പ്, ഈ അവസാനമായി കൊല്ലത്ത് നിന്ന് പോകുമ്പോൾ, ഔദ്യോഗികമായി കൊല്ലത്ത് നിന്ന് പോകുമ്പോൾ ഒരു യാത്രയയപ്പ്, ഇനിയൊരു മടങ്ങിവരവ് VS-നില്ല. കാരണം പലകുറി കൊല്ലത്തേക്ക് എത്തിയപ്പോൾ ചിന്തിച്ചവരുണ്ട്, ചിരിപ്പിച്ചവരുണ്ട്, VS ചിരിപ്പിച്ചവരുണ്ട്. പക്ഷേ അവർക്കെല്ലാം VS ഒരുപാട് പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു. ഞാൻ നേരത്തെ ഒരു
ഇവിടെ കൊല്ലം നഗരത്തിലുള്ള ഒരാളുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ തേരോട്ട ഭൂമിയായ കൊല്ലത്തിൽ പലകുറി VS എത്തിയിട്ടുണ്ട്. ആ VSുമായുള്ള അടുപ്പം വളരെ അഭേദ്യമായ അടുപ്പമാണ്. പക്ഷേ ഇന്ന് VSനെ ഈ രീതിയിൽ കാണേണ്ടി വരുന്നതിൽ വലിയ മനോവിഷമത്തിലാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ വേദനകൾ പലപ്പോഴും പങ്കുവെക്കാനുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കൊല്ലം ചിന്നക്കടയിലേക്ക് ഈ വിലാപയാത്ര എത്തും. നേരത്തെ നിശ്ചയിച്ചിരുന്നത് വൈകുന്നേരം 5 മണിക്ക് ഈ വിലാപയാത്ര എത്തുമെന്നാണ്. എല്ലാ സമയക്രമങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഈ ജനത്തെ മുഴുവൻ കാണിച്ച് ജനം ആവശ്യപ്പെടുന്നിടത്ത് നിർത്താതെ പോകാൻ ഈ വിലാപയാത്രയ്ക്ക് തുടക്കം മുതൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രമേൽ വേഗത കുറച്ച് ഈ വാഹനത്തിന് ഇങ്ങനെ കടന്നു വരേണ്ടി വരുന്നത്. കാരണം VS അവർക്കെല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു. VS അവർക്കെല്ലാം അത്രമേൽ ആഴത്തിൽ ബന്ധമുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനം ആഗ്രഹിക്കുമ്പോൾ ആ ജനത്തെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ ആ വിലാപയാത്രയ്ക്ക് കഴിയില്ല. VSനെ ഓരോരുത്തരെയും അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണിച്ചുകൊണ്ടാണ് ആ വിലാപയാത്ര ഇങ്ങനെ കടന്നു വരുന്നത്. എന്തായാലും സമയക്രമങ്ങൾ തെറ്റുന്നുണ്ട്. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഈ ജനത്തിന്റെ ഒഴുക്ക് വളരെ കൂടുതലാണ്. എല്ലാ പ്രതിസന്ധികളെയും ഈ വലിയ പ്രതിസന്ധികൾ ഈ കർക്കിടകത്തിലെ ഈ മഴയെപ്പോലും അവഗണിച്ചാണ് ഇവിടേക്ക് ജനം ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. സുഹൈൽ.